എന്താ ഈ പണിമുടക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പണിമുടക്കിനെ കുറിച്ച് നമ്മൾ രാവിലെ സർവീസ് പോകണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഷെഡ്യൂളുള്ള ജീവനക്കാരായിരുന്നു ഏതെങ്കിലും ഇന്ന്. അങ്ങനെ ഷെഡ്യൂളുള്ള ജീവനക്കാരെല്ലാം മന്ത്രി പറഞ്ഞതനുസരിച്ച് നമ്മളെല്ലാം ഡ്യൂട്ടിക്ക് ഹാജരായി. രാവിലെ സർവീസ് തുടങ്ങി ഓരോ സർവീസ് എല്ലാം ദീർഘ സർവീസുകളാണ്. നമ്മൾ തമ്പാനൂർ ഓടി വന്നു. യാത്രക്കാരും എല്ലാ വണ്ടിയിലും യാത്രക്കാരുണ്ടായിരുന്നു. തമ്പാനൂർ എത്തിയപ്പോൾ ഇവിടെ വണ്ടി ആരംഭിച്ചു. സമരാനുകൂലികൾ പ്രവർത്തനമായിട്ട് വന്ന ഉണ്ടാക്കത്തിലൂടെ തിരിച്ച് പറഞ്ഞ് വണ്ടി പോകാൻ പറ്റില്ല, ബോർഡെടുത്ത് മാറ്റുക, സർവീസ് പോകാൻ പറ്റില്ല, സമരമാണെന്ന് അറിഞ്ഞവിടെ എന്നുള്ള രീതിയിൽ ഞങ്ങളെടുത്ത് കയറുന്നു. ഞങ്ങളകത്ത് പോയി സമയം വെച്ചോ വേവില്ല അവിടെ വാങ്ങിച്ചു വെച്ചു. സർവീസ് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓ അത് ശരി. സർവീസിന് വന്ന് ഒരു വണ്ടി എടുത്ത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരും കാരണം നെയ്യാറ്റിൻകര ഡിപ്പിൽ നിന്നും നെയ്യാറ്റിൻകര 42 സർവീസുകളും തുടങ്ങി. നെയ്യാറ്റിൻകരയിലാണ് ഏറ്റവും കൂടുതൽ. അവിടെ തടസ്സം എന്തെങ്കിലും ഉണ്ടോ? അവിടെ തടസ്സമൊന്നുമില്ല. എല്ലാ സർവീസുകളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാറോൽ സർവീസ് എല്ലാം പോയി. ഒരു ട്രിപ്പ് നാറോൽ പോയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ നെയ്യാറ്റിൻകര സർവീസ് പോകാൻ വേണ്ടി. നിങ്ങളുടെ ഗുരുവായൂർ സർവീസാണ് ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ തടഞ്ഞു. ഹലോ, വന്നിട്ട് എത്ര നേരം? വലിയ ദൂരക്കും ഇവിടെ തന്നെ ഇരിപ്പുണ്ടോ? ഗവൺമെന്റിനെടുത്തു റൂം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഒരാളില്ല, ആള് ഇവിടെ ഞങ്ങളുടെ ആക്കാൻ പറഞ്ഞു. ഞങ്ങൾ റിട്ടേൺ ട്രെയിനിൽ പോകാൻ നിൽക്കുകയാണ്. പണിമുടക്കിനെ കുറിച്ച് എന്താ പറയണ്ടേ? പറയാനൊന്നുമില്ല. അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു? പഠിക്കുന്നു. ഇവിടെയാണ്? അല്ലല്ല, ഞാൻ പാലക്കാട്. ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക്? എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. കാസർഗോഡ്. ഇവിടെ എന്താണ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ മോള് പഠിക്കുന്നു? ഓക്കെ. പണിമുടക്കിനെ കുറിച്ച് എന്താ പറയണ്ടേ? പണിമുടക്ക് അറിഞ്ഞ് ഇന്ന് വന്നതാണോ? അതാ സാധനം കൊണ്ട് വന്നത്? നിങ്ങളങ്ങനെ ട്രെയിനിലാണ്? അതാ എന്തെല്ലാം ട്രെയിനിൽ വന്നു? രാവിലെ വന്നാ. ഓക്കെ. ഇന്ന് രാവിലെ എത്തിയത് ഇവിടെ. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ പണിമുടക്ക് രാവിലെ സാധനമൊക്കെ കൊണ്ടെത്തിക്കാൻ പറ്റി. പിന്നെ ബസ് ഒന്നുമില്ല. എന്തെങ്കിലും പണിമുടക്കിനെ ഇല്ലല്ലോ. ഇപ്പോൾ പോയിട്ട് എന്തായാലും മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്തിനു വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം ഒരു പണിമുടക്കിൻ്റെ ആവശ്യം? ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് എനിക്ക് എത്ര പറയാം. ഇവിടെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ തടഞ്ഞിട്ടിരിക്കുന്ന ദേശീയപാതകളൊക്കെ ആയിട്ട് തടഞ്ഞിട്ടിരിക്കുന്ന ബസ്സുകളാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.